അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് കൽപ്പനാസൃഷ്ടമായ വസ്തുവും പ്രാണനും സൂര്യനും ചന്ദ്രനും ആദ്യമുളവായി. അതിൽ നിന്ന് അനേകം ഭിന്ന ജീവജാലങ്ങൾ ഉളവായി എന്ന് കബന്ധിക്ക് പിപ്പലാദൻ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് രണ്ടാമത്തെ ചോദ്യം ഉയർത്തുന്നത് ചോദ്യകർത്താവ് ഭാർഗവനാണ്. വിദർഭയിൽ നിന്നെത്തിയ ഭാർഗവൻ രണ്ടാമത്തെ ചോദ്യവുമായി ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതെല്ലാം കേട്ടു ആദ്യത്തെ ചോദ്യത്തിന് കബന്ധിക്ക് നൽകുന്ന ഉത്തരം മറ്റ് 5 പേരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഭാർഗവൻ ചോദിച്ചു. അധഹൈനം ഭാർഗവോ വൈദർഭി പപ്രച്ഛഃ ഭഗവൻ കത്യേവ ദേവാഃ പ്രജാം വിധാരയന്തേ കതര ഏതത് പ്രകാശയന്തേ ക പുനരേഷാം വരിഷ്ഠ ഇതി. അല്ലയോ ഭഗവാനെ, എത്ര ദേവകൾ ചേർന്നാണ്, ദേവകളെന്നാൽ ഇന്ദ്രിയങ്ങളെന്ന് കരുതിക്കൊള്ളണം, എത്ര ദേവകൾ ചേർന്നാണ് ഈ വസ്തുവിനെ അല്ലെങ്കിൽ പ്രജകളെ, ശരീരത്തെ നിലനിർത്തുന്നത്? ഈ വസ്തു അഥവാ ഈ ശരീരത്തെ, പ്രജകളെ പ്രകാശിപ്പിക്കുന്നതാരാണ്? ഈ ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഈ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതിന്ദ്രിയമാണ് എന്ന് ചോദിക്കുകയാണ് ഭാർഗവൻ. തസ്മൈ സഹോവാച ആകാശോ ഹവാ ഏഷ ദേവോ വായുരഗ്നിരാപ പൃഥിവി വാങ്മനേശ്ചക്ഷുഃ. പിപ്പലാദൻ ഭാർഗവന് മറുപടിയായി പറഞ്ഞു കൊടുക്കുകയാണ്. ദേവകൾ എന്നത് ഇന്ദ്രിയങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അപ്പോൾ അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും വാക്ക്, മനസ്സ്, കണ്ണ്, ചെവി ഈ ഇന്ദ്രിയങ്ങളുമാണ് ഈ ശരീരത്തെ തന്നെ നിലനിർത്തുന്നത്. ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ചേർന്നാണ് ഈ ലോകത്തെ പ്രകാശിപ്പിച്ച് അല്ലെങ്കിൽ ഉള്ളതായി നമുക്ക് തോന്നിക്കുന്നത്. ഇവരോരോരുത്തരും, ഈ ഇന്ദ്രിയങ്ങൾ ഓരോരുത്തരും, ഈ ദേവകൾ ഓരോരുത്തരും മത്സരിച്ച് തങ്ങളുടെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് വലുത്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് മത്സരിച്ച് പ്രവർത്തിക്കുകയാണ് ഇവർ. ഇവരുടെ ഈ മത്സരിച്ചുള്ള പ്രവർത്തനമാണ് നാം ശരീരമാണ് എന്നുള്ള മിഥ്യാധാരണയെ ഉറപ്പിക്കുന്നത്. ഉണ്മയെ മറയ്ക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ അതിശക്തമായ പ്രവർത്തനം കൊണ്ടാണ്. കാണും തോറും നാം കൂടുതൽ കാഴ്ചകൾ തേടും, കേൾക്കും തോറും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പഞ്ചഭൂതാത്മകമായ ശരീരം സുഖം അന്വേഷിക്കും തോറും അല്ലെങ്കിൽ സുഖം ലഭിക്കും തോറും കൂടുതൽ സുഖത്തെ തേടുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ മത്സരിച്ച് നമ്മെ മായാബദ്ധരാക്കുകയാണ്. ഈ ദേവകളെല്ലാം തന്നെ, ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ഞാനാണ് ശരീരമെന്ന ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂൺ എന്ന് തെളിയിക്കാൻ പാടുപെട്ട് പരസ്പരം കലഹിക്കുകയാണ് എന്നാണ് പിപ്പലാദൻ പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളിങ്ങനെ ശ്രദ്ധയില്ലാതെ അഴിച്ചു വിട്ടാൽ അത് ഈ മായയെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്കത് കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. പരസ്പരം കലഹിക്കുകയാണ്, മത്സരിക്കുകയാണ് എന്ന് പിപ്പലാദൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ മത്സരിച്ച് ഞാൻ വലുത് എന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളോട് പ്രാണൻ പറഞ്ഞു. പ്രാണൻ, ഉള്ളിലിരിക്കുന്ന പ്രാണൻ ഈ മത്സരം കണ്ടിട്ട് പറയുകയാണ്. പ്രാണൻ, ചൈതന്യം, ബ്രഹ്മം പറയുകയാണ്, താൻ വരിഷ്ഠഃ പ്രാണ ഉവാച മാ മോഹമാപത്യഥാഹമേവൈതത്. നിങ്ങളുടെ ഈ ധാരണ, ഈ മിഥ്യാഭിമാനം തെറ്റാണ്. ഇങ്ങനെ അഹങ്കരിക്കാതിരിക്കുവിൻ. ഈ അഹങ്കാരം അവിവേകികളുടേതാണ്. വിവേകമില്ലാത്തതുകൊണ്ടാണ് ഈ അഹങ്കാരം ഉണ്ടായിരിക്കുന്നത്. ഞാൻ അഥവാ പ്രാണനാണ് 5ആയി പ്രവർത്തിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നത്.
പ്രാണൻ 5 വിധത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിങ്ങനെ 5 പ്രവർത്തന രീതികളാണ് പ്രാണനുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ശരീരമെന്ന ഈ സമുച്ചയം തന്നെ നിലനിൽക്കുന്നത്. എന്നാൽ പ്രാണൻ്റെ ഈ വാക്കുകളെ ഇന്ദ്രിയങ്ങൾ അംഗീകരിക്കുന്നില്ല. പ്രാണൻ പറയുന്നത് ശരിയല്ല എന്ന് ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ അഹങ്കാരത്താൽ നിഷേധിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കാനാണ് എന്നവർ ചിന്തിക്കുന്നു. അപ്പോൾ സോഭിമാനാദൂർധ്വമുൽക്രമാദ ഇവഹ, ഇവരുടെ ഈ ചിന്തയിൽ പ്രാണന് കോപമുണ്ടായി. ഉടനെ തന്നെ അത് മുകളിലേക്ക് ഗമിക്കാൻ, അതായത് ഈ ശരീരം വിട്ടു പൊയ്ക്കളയാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് പ്രാണൻ മുകളിലേക്ക് ഗമിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാണൻ ഉൽക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം, ഈ ദേവകളെല്ലാം പ്രാണനോടൊപ്പം പറക്കാൻ തുടങ്ങി. പ്രാണനുണ്ടെങ്കിലല്ലേ ഇവയ്ക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ പ്രാണൻ ഉൽക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളും പറക്കാൻ തുടങ്ങും, ഉൽക്രമിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രാണൻ ഗമനം നിർത്തി ശാന്തനായി അടങ്ങിയിരുന്നു. തേനീച്ചകൾ തങ്ങളുടെ റാണി, നേതാവ് പറന്നു പോകുന്നത് കണ്ട് ഒപ്പം പറക്കുകയും ഒരിടത്തിരിക്കുമ്പോൾ ഒപ്പം ഇരിക്കുകയും ചെയ്യുന്നത് പോലെ പ്രാണൻ പറന്നപ്പോൾ ഇന്ദ്രിയങ്ങളും ഒപ്പം പറന്നു. സ്വസ്ഥമായപ്പോൾ ഇന്ദ്രിയങ്ങളും സ്വസ്ഥമായിരുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാണൻ്റെ മാഹാത്മ്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവർ ശ്രദ്ധയോടെ പ്രാണനെ സ്തുതിക്കാൻ തുടങ്ങി. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രാണൻ അഥവാ ചൈതന്യമില്ല എങ്കിൽ ഈ ശരീരമോ ഇന്ദ്രിയങ്ങളോ ഇല്ല. ഇന്ദ്രിയങ്ങളുടെ അഹന്ത അഥവാ ശരീരബോധം അടങ്ങി ഇന്ദ്രിയങ്ങളെ ശ്രദ്ധയോടെ ഉള്ളിലേക്ക് അഥവാ പ്രാണനിലേക്ക് തിരിച്ച് ആ ചൈതന്യത്തെ ഭജിക്കുവിൻ, ആ ചൈതന്യത്തെ അറിയുവിൻ. ഇവിടെ പ്രാണൻ, ചൈതന്യം, ബ്രഹ്മം ഇത് മൂന്നും ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പ്രജാപതി ഇത് മൂന്നും ബ്രഹ്മത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ മത്സരിക്കാനായിട്ട് വിട്ടാൽ അവരിങ്ങനെ കളിച്ച് കയറും, മായ കൊണ്ടെല്ലാം മറച്ചു കളയും. അപ്പോൾ ഇന്ദ്രിയങ്ങളോ ഇന്ദ്രിയബദ്ധമായ ശരീരമോ അല്ല നാം എന്ന് അറിഞ്ഞുകൊള്ളുക. യേശോഗ്നി സ്തപസ്തേഷ്യ സൂര്യ യേശ പർജന്യോ മഘവാനേഷ വായു യേശ പൃഥ്വീരൈർദേവ സദാ സച്ചാമൃതം ചെയ്യത്. ഈ പ്രാണൻ അഥവാ ചൈതന്യം തന്നെയാണ് അഗ്നിയായി വിളങ്ങുന്നത്. സൂര്യനായി ജ്വലിക്കുന്നതും ഈ പ്രാണൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. മഴയായി പെയ്യുന്നതും ഇവൻ തന്നെയാണ്. മഘവാൻ അഥവാ ഇന്ദ്രൻ ബ്രഹ്മം തന്നെയാണ്, ചൈതന്യം തന്നെയാണ്. വായു, ഭൂമി, ചന്ദ്രൻ, സത്ത്, അസത്ത്, അമൃത്, അങ്ങനെ എന്താണോ ഉള്ളത് അതെല്ലാം ബ്രഹ്മം തന്നെ, ചൈതന്യം തന്നെ, പ്രാണൻ തന്നെ. എന്തുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. അരാ ഇവ രഥനാഭോ പ്രാണേ സർവം പ്രതിഷ്ഠിതം. മുകളിൽ പറഞ്ഞവയെല്ലാം, ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നവയെല്ലാം ഒരു രഥചക്രത്തിലെ ആരക്കാലുകൾ പോലെ പ്രാണനിൽ ബന്ധിതമായിരിക്കുന്നു, ബ്രഹ്മത്തിൽ ബന്ധിതമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ളതായി തോന്നുന്ന സകല ജീവജാലങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതും സർവവും ബ്രഹ്മത്തിൽ തന്നെയാണ്. സർവത്തിനും ആധാരം ബ്രഹ്മം അഥവാ ചൈതന്യം തന്നെയാണ്. അത് തന്നെ സകലതിനും പ്രാണോർജമായിരിക്കുന്നത്. ഋഗ്, യജുർ, സാമവേദങ്ങളും ആ വേദമന്ത്രങ്ങളും മന്ത്രങ്ങൾ ഉച്ചരിച്ച് നടത്തുന്ന യാഗങ്ങളും ആ യജ്ഞത്തിന് യജമാനന്മാരായ ക്ഷത്രിയരും യജ്ഞകർമ്മികളായ ബ്രാഹ്മണരും എല്ലാം ബ്രഹ്മം അഥവാ ചൈതന്യം തന്നെ. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ആ ചൈതന്യം അഥവാ ബ്രഹ്മോർജം ഇല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. ഊർജമില്ലാതെ ആയാൽ പിന്നെ വല്ലതും ബാക്കിയുണ്ടോ? ഇല്ല. എല്ലാം പിന്നെ ശവമായി. പിന്നെ ഒന്നിനും സ്വയം ചലിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ പ്രജാപതി
ഈ പ്രജാപതി എന്നത് ബ്രഹ്മം തന്നെയാണ്. ഗർഭസ്ഥനായ ശിശുവായി ഉദയം ചെയ്യുന്നതും ബ്രഹ്മം തന്നെയാണ്. ബാലകനായി ജനിച്ചിരിക്കുന്നത് അതും ബ്രഹ്മം തന്നെയാണ്. അവൻ്റെ പ്രതിബിംബമായി, അവൻ്റെ പ്രതിരൂപമായി ജനിച്ചിരിക്കുന്നത് അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് മാതാവും പിതാവും. അതായത് ജനിക്കുന്ന കുഞ്ഞ് പ്രജാപതി തന്നെ, അതിൻ്റെ മാതാവും പിതാവും ആ കുഞ്ഞ് തന്നെ. എല്ലാം പ്രജാപതി തന്നെ. എല്ലാ ശരീരങ്ങളും ബ്രഹ്മം തന്നെ. എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മം തന്നെ. ഈ പ്രജകളിലെല്ലാം, ഈ ഉളവായ രൂപങ്ങളിലെല്ലാം കർമ്മജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന പ്രാണങ്ങളോടെ ചേർന്ന് ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു, ചൈതന്യം സ്ഥിതി ചെയ്യുന്നു. ഈ പ്രജകളെല്ലാം എന്തുണ്ടോ അതെല്ലാം നിനക്ക് തന്നെ ബലി നൽകുന്നു. അതായത് പ്രജകൾക്ക് അഥവാ ശരീരങ്ങൾക്ക് എന്തെല്ലാം ഭോഗങ്ങളെ സമർപ്പിക്കപ്പെടുന്നു, എന്തെല്ലാം ഭോഗങ്ങൾ സമർപ്പിക്കുന്നു, അതെല്ലാം സമർപ്പിക്കപ്പെടുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ്. അതെല്ലാം നിനക്ക് തന്നെ ഉള്ളതാണ്. നിന്നിൽ തന്നെയാണ് എല്ലാ സമർപ്പണങ്ങളും നടക്കുന്നത്. ദേവാനാമസി വഹ്നിതമാ പിതൃണാം പ്രഥമാസ്വധ. ദേവകൾക്ക്, ഇന്ദ്രാദികൾക്ക് യാഗത്തിനുള്ള അഗ്നിയും സമിതയും നൽകുന്നത് ബ്രഹ്മം തന്നെയാണ്. അത് നൽകുന്നത് നീ തന്നെയാണ്. അതായത് ഈ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കുമുള്ള ഊർജം ബ്രഹ്മം തന്നെയാണ്, ചൈതന്യം തന്നെ എന്നർത്ഥം. പിതൃക്കൾക്കുള്ള സ്വധ, അവർക്കുള്ള അന്നം, അതും നീ തന്നെയാണ്. അതായത് പിതൃക്കൾ അഥവാ മരണമടഞ്ഞവർക്ക്, ആ ആത്മാക്കൾക്ക്, ശരീരത്തിൽ നിന്നും നിഷ്ക്രമിച്ച ആ ആത്മാക്കൾക്ക് ഊർജമായിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. അവരുടെ അടുത്ത ശരീരത്തിന് ചൈതന്യമാകുന്നതും ബ്രഹ്മം തന്നെയാണ്, പ്രാണൻ തന്നെയാണ്. ഇന്ദ്രസ്ത്വം പ്രാണതേജസ രുദ്രോസി പരിരക്ഷിത ത്വം അന്തരീക്ഷേ ചരസി സൂര്യസ്ത്വം ജ്യോതിഷാം പതി. അല്ലയോ ബ്രഹ്മമേ, ചൈതന്യമേ, പ്രാണനെ, നീ തന്നെ ഇന്ദ്രൻ, നീ തന്നെ രുദ്രനും, സൃഷ്ടാവും സംഹാരകനും നീ തന്നെ. നീ തന്നെ സ്ഥിതികാരകനും. സൃഷ്ടിയാകുന്നതും സ്ഥിതി ചെയ്യിക്കുന്നതും സംഹരിക്കുന്നതും ഒന്ന് തന്നെ. ആര്? ബ്രഹ്മം തന്നെ. എന്ത്? ചൈതന്യം തന്നെ. നീ തന്നെ സൂര്യൻ, ഉദയാസ്തമയങ്ങളും നീ തന്നെ. സകല ജ്യോതിർഗോളങ്ങളുടെയും പതി, നാഥൻ നീ തന്നെയാകുന്നു. ഈ പ്രപഞ്ചത്തിനാകെയുള്ള ഒരു നാഥൻ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ ആ ബ്രഹ്മം തന്നെ, ചൈതന്യം തന്നെ. അല്ലയോ ബ്രഹ്മമേ, ചൈതന്യമേ, നീ മഴയായി വർഷിക്കുമ്പോൾ അത് പ്രജകൾക്ക് പ്രാണനായി തീരുന്നു. മഴയാൽ അന്നമുണ്ടാകുന്നു. പർജന്യാത് അന്നസംഭവാത്. വർഷജലത്തിൽ നിന്നും അന്നമുണ്ടാകുന്നു. ഈ അന്നത്താൽ പ്രജകൾ തങ്ങളുടെ പ്രാണശക്തി വർദ്ധിപ്പിച്ച് ഇനി തങ്ങളുടെ ആഗ്രഹമനുസരിച്ചുള്ള അന്നമുണ്ടായി വരുമല്ലോ എന്ന് ഓർത്ത് ആനന്ദിക്കുന്നു. സമയത്ത് പെയ്യുന്ന മഴയിൽ കൃഷി പുഷ്ടിപ്പെടുന്നു. അങ്ങനെ എല്ലാ ജീവനുകൾക്കും അന്നം ലഭിക്കുന്നു. ആ അന്നം പ്രാണൻ അഥവാ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ മഴയും മഴയിൽ നിന്നുളവാകുന്ന അന്നവും ബ്രഹ്മം തന്നെ. വ്രാത്യസ്ത്വാം പ്രാണൈക ഋഷിരത്ത വിശ്വസ്യ സതപതി. സത്പതി, വിശ്വസ്യ സത്പതി. അല്ലയോ ബ്രഹ്മമേ, നീ നിത്യശുദ്ധമാകുന്നു. നിന്നെ ശുദ്ധീകരിക്കേണ്ടതില്ല. അത് സ്വതവേ ശുദ്ധമാണ്. എല്ലാ ഹവിസും ഭക്ഷിക്കുന്ന അഗ്നി, ഏകർഷി എന്ന അഗ്നി, അത് നീയാകുന്നു. നീ തന്നെ സകല സത്തുക്കൾക്കും പതിയായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് നാഥൻ നീ തന്നെ. മറ്റു രൂപങ്ങളെല്ലാം എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, എന്തെല്ലാം ഹവിസ്സുകൾ അർപ്പിക്കുന്നുവോ, അതെല്ലാം നിന്നിലേക്ക് തന്നെ എത്തുന്നു. മാതരിശ്വാവേ, അങ്ങ് തന്നെ ഞങ്ങൾക്ക് പിതാവ്. മാതരിശ്വ എന്നത് അഗ്നിയെയും വായുവിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ പ്രാണൻ അഥവാ ബ്രഹ്മമെന്ന് എടുത്തുകൊള്ളുക. അല്ലയോ ബ്രഹ്മമേ, അങ്ങ് തന്നെ സകലതിനും പിതാവ്, നാഥൻ. യാതേ തനൂവാജി പ്രതിഷ്ഠിത യാ ശ്രോത്രേ യാച ചക്ഷുഷി യാച മനസ്സി സംതത ശിവാം താം കുരു ഉൽക്രമി. ഈ ശരീരത്തിൽ ശബ്ദമായി, വാക്കായി ഇരിക്കുന്നതും
കേൾവിയായി ശ്രോതത്തിലിരിക്കുന്നതും ചെവിയിലിരിക്കുന്നതും, കാഴ്ചയായി കണ്ണിലിരിക്കുന്നതും, മനസ്സിൽ സദാ കൽപ്പനകളായി വ്യാപിച്ചിരിക്കുന്നതും നീ തന്നെ. ആ നീ പ്രാണൻ, ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന നീ നിൻ്റെ ശരീരത്തെ, അതായത് ഈ ശരീരം ആരുടേതാണ്? ബ്രഹ്മൻ്റേതാണ്. ഈ ശരീരം ബ്രഹ്മൻ്റേതാണ്. ഇതിനുള്ളിലിരുന്ന് ഈ പറയുന്നതും ഇതിനുള്ളിലിരുന്ന് കേൾക്കുന്നതും ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൻ്റേതാണ് ഈ ശരീരം. അതുകൊണ്ട് നീ നിൻ്റെ ഈ ശരീരത്തെ ശിവം അഥവാ ശാന്തമാക്കിയാലും അതിനെ ഏറ്റവും ശുഭകരമാക്കിയാലും, അങ്ങ് ഈ ശരീരത്തെ ഉപേക്ഷിക്കാതിരുന്നാലും, അങ്ങ് ഉൽക്രമിക്കാതെ ഈ ശരീരത്തിൽ വസിച്ചാലുമെന്ന് ഇന്ദ്രിയങ്ങൾ പ്രാണനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാണനില്ലാതായാൽ ഇന്ദ്രിയങ്ങളില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രാണനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് ഉൽക്രമിക്കാതെ ശാന്തമായിരുന്നാലും. പ്രാണസ്യേദം വശേ സർവം ത്രിദിവേ യത് പ്രതിഷ്ഠിതം മാദേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാം ച വിധേഹിന. ഈ 3 ലോകങ്ങളിലുള്ളതെല്ലാം, ഇവിടെയുള്ളതെല്ലാം ബ്രഹ്മത്തെ അഥവാ പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. കാണായതെല്ലാം അല്ലെങ്കിൽ ഉളവായതെല്ലാം ബ്രഹ്മത്തിന് അധീനമാണ്. എന്തുണ്ടോ അതെല്ലാം ബ്രഹ്മാധീനമാണ്. ആകാശത്തിൽ, അതായത് സ്വർഗത്തിൽ ദേവകൾക്കും നാഥനായിരിക്കുന്നത്, ആശ്രയമായിരിക്കുന്നത് ഈ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മമേ, അങ്ങ് മാതാവ് പുത്രരെ എന്ന വണ്ണം ഞങ്ങളെ രക്ഷിച്ചാലും. മാതാവ് തൻ്റെ പുത്രന്മാരെ രക്ഷിക്കുന്ന അതുപോലെ ബ്രഹ്മമേ, ചൈതന്യമേ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ശ്രീകരങ്ങളും ഐശ്വര്യങ്ങൾക്കും എല്ലാ ശ്രീകരങ്ങൾക്കും നാഥൻ ബ്രഹ്മം തന്നെയാണ്, അങ്ങ് തന്നെയല്ലോ. ആ ശ്രീകളെയും, അതായത് ഐശ്വര്യങ്ങളെയും പ്രജ്ഞയെയും ബുദ്ധിയെയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്ദ്രിയങ്ങൾ പ്രാണനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സകലതിനും സത്തയായിരിക്കുന്ന പ്രാണൻ പ്രജാപതി അഥവാ ബ്രഹ്മം തന്നെ. അതുതന്നെ സർവശ്രേഷ്ഠമായതു ഭാർഗവ, അതുതന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു ഭാർഗവ എന്ന് പിപ്പലാദൻ ഭാർഗവനോട് പറയുകയാണ്. അപ്പോൾ സകലതിനും ആധാരം എന്താണ്? ബ്രഹ്മമാണ്. സകലവും ബ്രഹ്മമാണ്. സകലതിനെയും പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. മഴയായിരിക്കുന്നതും മഴയിൽ നിന്നുണ്ടാകുന്ന അന്നവും ബ്രഹ്മമാണ്. ആ അന്നമാണ് എല്ലാത്തിനും, എല്ലാ ജീവജാലങ്ങൾക്കും ഊർജമായിരിക്കുന്നത് എന്ന് ഭാർഗവന് 2ാമത്തെ ചോദ്യത്തിനുത്തരമായി പിപ്പലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്.